ഒരു സെക്കൻഡ് ബൈക്ക് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു കാറാണ് ഇത് കേട്ടോ. കാണുമ്പോൾ നമ്മളെ ഡിസൈർ ഉണ്ടല്ലോ, സ്വിഫ്റ്റ് ഡിസൈറിന്റെ ആ ഒരു ലുക്കാണ് വണ്ടി ബാക്കിൽ ഉള്ളത്. ഇത് വണ്ടി ടാറ്റന്റെ ഇൻഡിഗോ ഫ്ലൈറ്റ് അല്ല കേട്ടോ, ഇൻഡിഗോ കാറാണ്. ടാറ്റ ഇൻഡിഗോ CS അല്ല. ഓക്കെ, ഇത് മോഡൽ എത്ര? 2011 മോഡലാണ്. പേപ്പർ എങ്ങനെ? പേപ്പർ 26 വരെ പേപ്പർ ഉണ്ട്. ഇതിന്റെ മെക്കാനിക്കൽ പരമായിട്ട് മെക്കാനിക്കൊക്കെ കുഴപ്പമില്ല, മേജർ പണികളൊന്നും കാര്യം ഒന്നുമില്ല അല്ലെ. ഇപ്പോ എടുക്കുന്ന ഒരാളിപ്പോ എടുക്കുകയാണെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും ഇത് വർക്ക് പരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ മേജർ ഒന്നുമില്ല അല്ലെ. വിശ്വസിച്ച് എടുക്കാൻ പറ്റും, ഒന്നും ചെയ്യാനില്ല. എണ്ണ അടിച്ചാൽ ഓടാം. 65,000 രൂപക്ക് ഒരു കാർ നിങ്ങൾക്ക് കൊണ്ടുപോവാ, വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. വണ്ടി നല്ല ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയാണ്. അതായത് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഡിക്ക് നല്ല സ്പേസ് ഉള്ളതാണ് കേട്ടോ. സീറ്റ് കവർ കാര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത സീറ്റ് കവറാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് സർജിനാണ്, ഇതിന്റെ ഓണറാണ്. സർജിൻ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പിന്നെ ഇവിടെ എത്ര വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്? 10-25 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് അല്ലെ. എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്? 10-75 രൂപ മുതൽ. ഓക്കെ, 10,75,000 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇത് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെയാ പ്രഷറോട് പറയേണ്ടത്? ലൊക്കേഷൻ ഇത് പ്ലേസിന്റെ സ്ഥലം കക്കാടംപുറം. പ്ലേസ് വരുന്ന കക്കാടപ്പുറമാണ്. അതായത് കുളപ്പുറത്തുനിന്ന് നമ്മളെ ഈ സ്ഥലത്തിന് വരുന്നത് കുളപ്പുറം കുന്നുംപുറത്തിന്റെ ഇടയിലാണ് ഈ പ്ലേസ് വരുന്നത്, കക്കാടപുരം. അതായത് ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ആളാണെങ്കിൽ കോഴിക്കോട് തൃശ്ശൂർ ഹൈവേന്ന് കുളപ്പുറത്തുനിന്ന് എയർപോർട്ട് റോഡിൽ വന്നാൽ മതി കേട്ടോ. ഏകദേശം കുളപ്പുറത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇവിടെ ഏകദേശം ഉള്ളത് മാക്സിമം ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട്, മോഡൽ കൂടിയ വണ്ടികളുണ്ട്. പിന്നെ ഈ റിഡ്സ് കാറിലോ നോക്കുന്നവരാ ഉണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളെ തിക്കും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. കാരണം എന്താ പറയുക, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്, വെറുതെ പറയുന്നതല്ല. കാരണം ഇവിടെ ഉള്ളതൊക്കെ ലോ ബഡ്ജറ്റ് വണ്ടികളിൽ നല്ല വണ്ടികൾ, നല്ല ക്വാളിറ്റി വണ്ടികൾ. പിന്നെ ഊണ്ടായിട്ട് കുറെ വണ്ടികളുണ്ട്, ഹിയോൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ വണ്ടികൾ ഇത് കാണിച്ചു കൊടുക്കാം. അപ്പോ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, വണ്ടിന്റെ വീഡിയോസോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൊബൈൽ സേവ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ തന്നെ ലൊക്കേഷനും അയച്ചു തരും ഇവർ ആവശ്യക്കാരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് അവിടെ നിന്ന് തുടങ്ങാം, ആ ഭാഗത്തുനിന്ന് റിഡ്സ് കാറിൽ നമുക്ക് തുടങ്ങാം. ഇത് മോഡൽ എത്രയാണ്? 2013 ഓപ്ഷൻ വരുന്ന VDI ഡീസൽ വണ്ടി. ഓക്കെ, എത്ര ഓട്ടം ഉണ്ട്? ഇത് 110 ഓടിക്കണം അല്ലേ? ഓക്കെ, വണ്ടി എന്ത് പാടി? വണ്ടി നല്ല വണ്ടിയാ, റീപ്ലേസ് കാര്യമൊന്നുമില്ല, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു മെയിൻ ഗ്ലാസോ മൈനറോ ഒന്നും തന്നെ ഇല്ല. അത്രയും പക്ക വണ്ടിയാണ്. ഓക്കെ, ഏതൊരാൾക്കും വിശ്വസിച്ച് കണ്ണടിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അലുവ പോലത്തെ വണ്ടി എന്ന് പറയാം. അത്രയും നല്ല വണ്ടിയാണ്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഉള്ളു നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. അതായത് 13 മോഡലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉള്ളും പുറത്തൊക്കെ ഈ കളർ ഒരു വെറൈറ്റി കളറാണ്. ഇത് കമ്പനി കളർ തന്നെയല്ലേ? കമ്പനി വന്ന കളർ തന്നെയല്ല, ഒരു വെറൈറ്റി കളറാണ്. ഇത് എത്രാമത്തെ ഓണറിൽ നിൽക്കുന്നത്? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 3.15 ലാസ്റ്റ് കൊടുക്കല്ലേ? 3.15 ചോദിക്കുന്നുണ്ട്, 3.10 തരാന്ന് പറയുന്നുണ്ട് കേട്ടോ. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എന്താ വെച്ചാല് റീപ്ലേസ് ഒന്നുമില്ല, അത്രയും ഗ്യാരണ്ടി മൂപ്പര് പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു സെക്കൻഡ് ബൈക്ക് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു കാറാണ് ഇത് കേട്ടോ. കാണുമ്പോൾ നമ്മളെ ഡിസൈർ ഉണ്ടല്ലോ, സ്വിഫ്റ്റ് ഡിസൈറിന്റെ ആ ഒരു ലുക്കാണ് വണ്ടി ബാക്കിൽ ഉള്ളത്. ഇത് വണ്ടി ടാറ്റന്റെ ഇൻഡിഗോ ഫ്ലൈറ്റ് അല്ല കേട്ടോ, ഇൻഡിഗോ കാറാണ്. ടാറ്റ ഇൻഡിഗോ CS അല്ല. ഓക്കെ, ഇത് മോഡൽ എത്ര? 2011 മോഡലാണ്. പേപ്പർ എങ്ങനെ? പേപ്പർ 26 വരെ പേപ്പർ ഉണ്ട്. ഇതിന്റെ മെക്കാനിക്കൽ പരമായിട്ട് മെക്കാനിക്കൊക്കെ കുഴപ്പമില്ല, മേജർ പണികളൊന്നും കാര്യം ഒന്നുമില്ല അല്ലെ. ഇപ്പോ എടുക്കുന്ന ഒരാളിപ്പോ എടുക്കുകയാണെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും ഇത് വർക്ക് പരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ മേജർ ഒന്നുമില്ല അല്ലെ. വിശ്വസിച്ച് എടുക്കാൻ പറ്റും, ഒന്നും ചെയ്യാനില്ല. എണ്ണ അടിച്ചാൽ ഓടാം. 65,000 രൂപക്ക് ഒരു കാർ നിങ്ങൾക്ക് കൊണ്ടുപോവാ, വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. വണ്ടി നല്ല ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയാണ്. അതായത് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഡിക്ക് നല്ല സ്പേസ് ഉള്ളതാണ് കേട്ടോ. സീറ്റ് കവർ കാര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത സീറ്റ് കവറാണ്. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് നോക്കിയോ കേട്ടോ. ആൾട്ടോ 800 നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? അത് 2014 ഓപ്ഷൻ തന്നെ LXi ആണ്. എത്ര ഓട്ടോ ഉണ്ട്? അത് 62. ഈ ഓണർഷിപ്പ് 3 കയറിക്കണം അല്ലേ? തട്ടുമുട്ട് പേർക്ക് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലെ? നല്ല നീറ്റ് വണ്ടി അല്ലേ? ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, ഓട്ടം കുറവാണല്ലോ, 62 ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കണേ? അത് നമുക്കൊരു 1 MB കൊടുക്കാം. 1 MB കൊടുക്കാം. 2014 മോഡല് ആൾട്ടോ 800 ചോദിക്കുന്ന 180 ആണ്.
ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. ഈ കിലോമീറ്റർ കുറവാണ് കേട്ടോ, 62,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. i20 നമുക്ക് പരിചയപ്പെടാം. ഏതാ മോഡൽ? ഇത് 2011 മോഡൽ i20 ആണ്. ഓപ്ഷൻ വരുന്നത് ഫുൾ ആണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്, ആസ്തയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, എത്ര ഓട്ടോ ഉണ്ട് വണ്ടി? അത് 145 ഫുൾ കമ്പനി ഹിസ്റ്ററികളാണ്. 145 വണ്ടി ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. 145 സർവീസ് ഉണ്ട് കമ്പനി. 145 സർവീസ് തന്നെ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് അല്ല വണ്ടി? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദ്യം? അത് നമ്മൾ 2.4 ചോദിക്കണേ. ഒരു 2.15 ആ റേഞ്ചിൽ വരും. 2.15 ലാസ്റ്റ് കൊടുക്കൂലേ? എത്ര മോഡൽ പറഞ്ഞ? 2011 മോഡലാണ്. 2.15 ലാസ്റ്റ് തരാന്ന് പറയുന്നുണ്ട്. നോക്കിക്കാല കേട്ടോ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അടുത്ത നമുക്ക് ഒരു ഡാറ്റ്സൺ നോക്കാം. ഡാറ്റ്സൺ ഏതാണ്? റെഡിഗോ? ഡാറ്റ്സൺ ഗോ ആണ് അല്ലേ? ഓക്കെ, എത്ര മോഡൽ അത്? അത് 2015 മോഡലാണ്. പിന്നെ വണ്ടി എന്തുപാട്? കണ്ടീഷൻ വണ്ടി, റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, തട്ടുമുട്ട് വരക്കൊന്നുമില്ല, നല്ല വണ്ടി. എത്ര ഓട്ടോ ഉണ്ട്? അത് ഓട്ടോ 110 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3 കഴിക്കണം അല്ലേ? ഓക്കെ, വണ്ടി എത്ര ചോദിക്കുന്നത് അല്ലെ? അത് നമ്മൾ ഒരു 1.25 കൊടുക്കും. 1.25 കൊടുക്കും. 2015 മോഡലാണ്. ഗോ ആണ് അല്ലെ? ഡാറ്റ്സൺ ഗോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളാം. പുത്തൻ ടയറും കാര്യമൊക്കെ ഉണ്ട്. 4 കടം പുത്തൻ ടയർ ഉണ്ട് കേട്ടോ. മഹീന്ദ്രന്റെ വെറിറ്റോ അല്ല, 2011 മോഡൽ. 80,000 ഓടിയ ഡീസൽ വണ്ടി. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസലാണ് എഞ്ചിൻ വരുന്നത്. മൈലേജ് ഉണ്ടാവോ? മൈലേജ് 18-20 കിട്ടുമല്ലേ? ഓക്കെ, എന്ത് പാട് വണ്ടി? വണ്ടി നല്ല കണ്ടീഷനാണ്. അതിന്റെ ഇന്ത്യയിലൊക്കെ കമ്പനി സീറ്റാണ്, നല്ല വൃത്തിയും കാര്യവും. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല. ഓക്കെ, 4 ടയറും അത്യാവശ്യം ടയറും കാര്യമെല്ലാം. അതെ, എത്ര മോഡൽ നിങ്ങൾ പറഞ്ഞത്? 2011 അല്ലേ? ഇപ്പൊ പേപ്പർ ഓൾറെഡി പേപ്പറൊക്കെ ഉണ്ട്. ഈ 26 വരെ പേപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, എത്ര ചോദിക്കണേ? ഇത് നമ്മള് 1.15 കേൾക്കണ ഒരു 1.10 കൊടുക്കല്ലേ? ഓക്കെ, അപ്പൊ ബാണ വിളിച്ചു. മാരുതി കാർ നമുക്ക് നോക്കാം. ഒരു റെഡ് കളർ ഇത് നിങ്ങൾ കൊടുത്തതായിരിക്കും അല്ലേ? അല്ല, ഇത് കമ്പനി കളറാണ്. എത്ര മോഡലാണ് ഇത്? ഇത് 2007 രജിസ്റ്റർ വണ്ടി. 2007 രജിസ്റ്റർ ആയിട്ടുള്ള വണ്ടി. പിന്നെ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഫുൾ റീപ്ലേസ് കാര്യമൊന്നുമില്ല, തുരുമ്പോ കാര്യമൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. നല്ല അടിപൊളി വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദിക്കണത്? ഇത് നമ്മള് 80 രൂപയാണ് ചോദിക്കണേ. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. കസ്റ്റമർ വരട്ടല്ല? അതെ, വന്നാൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നിലവിൽ മെക്കാനിക്കൽ പരമായിട്ട് MP5 ആണ്. MP5 എഞ്ചിന് വരുന്നത്. AC ആണ്. AC ഒക്കെ വർക്കിംഗ് ആണ്. അതെ, ഫുൾ AC. പവർ സ്റ്റിയറിംഗ് വരുന്നില്ല അല്ലേ? ഓക്കെ, AC ഉണ്ട്. AC വർക്കിംഗ് ആണ്. അതെ. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ നമുക്ക് ഇത് വണ്ടി, അത് ഫോർഡ് ഫിയസ്റ്റ. ഇവിടെ നമുക്ക് ഫോർഡിന്റെ ഫിയസ്റ്റ നോക്കാം. ഇത് ഡീസലാ പെട്രോളാ? ഇത് ഡീസൽ. ഇത് ഫോർഡ് ഫിയസ്റ്റ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2007 ഫുൾ ഓപ്ഷൻ. 2007 ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടി. ഒറ്റ ആള് ഒരു ഉദ്യോഗസ്ഥന്റെ ഡ്രൈവർ വെച്ച് യൂസ് ചെയ്ത വണ്ടിയാണ്. അത്രയും ക്വാളിറ്റിയാണ് വണ്ടി. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ ഫുള്ള് ലെതറും, ഉള്ളി ഭാഗത്ത് നല്ല ലെതറിന്റെ ക്വാളിറ്റി സീറ്റ് കവർ കാര്യമൊക്കെ പക്ക നല്ല വണ്ടി അല്ലേ? ഓക്കെ, ഡീസൽ ആകുമ്പോൾ ഇതിന് എത്ര മൈലേജ് കിട്ടും? അത് 18-20 കിട്ടും. 20 മൈലേജ് കിട്ടും ഇതില് തന്നെ. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മള് 1.10 ചോദിക്കണേ. ഒരു ₹1 കൊടുക്കല്ല. ഇതിപ്പോ നിലവിൽ പേപ്പർ പുതിയത് 27 വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഒരു 2 കൊല്ലത്തേക്ക് ഒന്നും നോക്കാനില്ല. ഫുള്ള് ആകെ 1.9 ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററികൾ വണ്ടി തന്നെ. ഈ ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരാണെങ്കിൽ നോക്കിക്കോളെ കേട്ടോ. ഇത് ഹ്യുണ്ടായിന്റെ i10 എത്ര മോഡലാണ് ഇത്? ഇത് 11 ലാസ്റ്റ്. 2011 മോഡലാണ്. എത്ര ഓട്ടോ ഉണ്ട് വണ്ടി? ഇത് 80 ഓടിക്കുന്നത്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യമൊന്നും ഒന്നുമില്ല. തട്ടുമുട്ട് പരിക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല പക്ക വണ്ടി കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. എത്ര ഇനി വില ചോദിക്കുന്നത്? ഇത് നമ്മള് 2.4 ചോദിക്കണേ. ഒരു 2.15 ലാസ്റ്റ് കൊടുക്കല. ഓക്കെ, നാനോ കാർ നമുക്ക് നോക്കാം. ഇത് എത്രയാണ് മോഡൽ? അത് 14 ഫുൾ ഓപ്ഷൻ. 14 ഫുൾ ഓപ്ഷൻ വണ്ടി. പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ ഒക്കെ ഡിക്കി വരുന്ന ടൈപ്പാ? ഓപ്പൺ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കിയൊക്കെ ഉണ്ട് അല്ലേ? 2014 ഫുൾ ഓപ്ഷൻ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, കമ്പനി സെറ്റ്. പവർ വിൻഡോ എത്ര? 2 അല്ലേ? ഫ്രണ്ടില്. ഓക്കെ, വണ്ടി എത്ര ഓട്ടോ ഉണ്ട്? ഇത് 60,000 കിലോമീറ്റർ ഓടിങ്. ഓണർഷിപ്പ് സെക്കൻഡിൽ നിൽക്കുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഈ മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യാനൊന്നുമില്ല. എണ്ണടിച്ചോടാ അല്ല? എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 90 ചോദിക്കുന്നത്. 85 കൊടുക്കല്ലേ? 2014 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. ആവശ്യക്കാരനെ നോക്കിയാൽ വില കുറച്ച് കൊടുക്കൂലേ? അതിനൊന്നും ലോൺ കിട്ടൂലോ. ഞാനൊരു ലോൺ കിട്ടൂല. ഇവിടെ ഡാറ്റ്സൺ ഗോ അല്ലെ? എത്ര മോഡലാണ്? 2014 മോഡലാണ്. ഓട്ടം 40,000 ഓടി. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ, വണ്ടി പെട്രോൾ വണ്ടി അല്ലേ? എന്ത് പാട്? റീപ്ലേസ് കാര്യം നല്ല കണ്ടീഷൻ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി. ഒറിജിനാലിറ്റി കമ്പനി വന്ന പോലെ. ഓക്കെ, ടയറൊക്കെ അത്യാവശ്യം ഗ്രിപ്പ് ഉള്ളതാണ്. പുതിയ ടയർ. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി കാണാൻ. ഇന്റീരിയലും കാര്യമൊക്കെ നല്ല വൃത്തിയുള്ള. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് ₹2 ചോദിക്കണം. ഒരു 1.90 ലാസ്റ്റ്. 1.90 കൊടുക്കാം. 2014 ഗോ അല്ലെ? 40,000 ഓടിയ സിംഗിൾ. 40,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഉണ്ടോ? വേണമെങ്കിൽ വന്ന് പെട്ടെന്ന് അഡ്വാൻസ് ആക്കിക്കോട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്.
ഒരു 7 സീറ്റർ വണ്ടി പരിചയപ്പെടാം. മഹീന്ദ്രന്റെ കോണ്ടോ. എത്ര മോഡലാണ്? 12 2012 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര ഓട്ടോ ഉണ്ട്? ഓട്ടോ അത് ഒരു ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യമൊന്നുമില്ല, ഒന്നുമില്ല, പക്ക നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ, ഡീസൽ അല്ലേ എഞ്ചിൻ? ഡീസൽ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? അത് നമ്മള് 180 കൊടുക്കാം. 180 കൊടുക്കും തന്നെ. ലോൺ എന്തെങ്കിലും കിട്ടുമോ അതിന്? ചെറിയ എമൗണ്ട് എന്തെങ്കിലും കിട്ടുമല്ലോ. 2012 7 സീറ്റർ കോണ്ടോ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്നത് 180 ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയോ കേട്ടോ. നല്ലൊരു അടിച്ചപൊളി റിഡ്സ് കാർ നമുക്ക് പരിചയപ്പെടാം. ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മോഡൽ എത്രയാണ്? 2014 VDI. 2014 ഡീസൽ വണ്ടി, ഓപ്ഷൻ പിന്നെ VDI അല്ലേ? ഓക്കെ, എത്ര ഓട്ടോ ഉണ്ട്? ഇത് 96,000 കിലോമീറ്റർ ഓടിക്കുന്നത് വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? പക്ക വണ്ടിയാണ്. ഓക്കെ, ടയറൊക്കെ അത്യാവശ്യം ഗ്രിപ്പ് ഉള്ളതാണ്. ഇവിടെയുള്ള ഏകദേശം വണ്ടികളൊക്കെ ടയറൊക്കെ ഫുള്ളാണ് അല്ലേ? എത്രയാണ് ചോദ്യം? ഇത് നമ്മള് 3.4 ചോദിക്കണേ. നമുക്കൊരു 3.20 3.15 ലാസ്റ്റ് കൊടുക്കും. 3.15 കൊടുക്കാം. 2014 വണ്ടി. ഓക്കെ, ഓട്ടോ ആകെ 96 ഓടിയിട്ടുള്ളൂ. പിന്നെ 3.15 ലാസ്റ്റ് കൊടുക്കും. മാക്സിമം 10-50 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയല്ലോ കേട്ടോ. അടുത്ത നമുക്ക് ഒരു ആൾട്ടോ K10 നമുക്ക് നോക്കാം. 2015 സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓട്ടോ ഉണ്ട്? അത് 70 ഓടിയിട്ടുണ്ട് അല്ലേ? വണ്ടി റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യമൊന്നുമില്ല. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി, ഒറിജിനാലിറ്റി ആണ് ഫുള്ള്. എത്ര ചോദ്യം? അത് നമുക്കൊരു 2.15 കൊടുക്കും. 2.15 കൊടുക്കാം. മോഡൽ എത്ര പറഞ്ഞേ? 2015 വണ്ടി. 2.15 കൊടുക്കും. ലാസ്റ്റ് കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ ബാണപ്പെട്ടം വിളിച്ചോ. അടുത്ത നമുക്ക് ഊണ്ടായിന്റെ ഇയോൺ നമുക്ക് നോക്കാം. അതെത്രയാണ് മോഡല്? അത് 2013 മേഘന. 2013 മേഘന പ്ലസ് ആണ്. ഓക്കെ, എത്ര ഓട്ടോ ഉണ്ട്? അത് 65 ഓടിയിട്ടുണ്ട്. നിലവിൽ ഓണർഷിപ്പ് സെക്കൻഡ് ആണല്ലേ? എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യം തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? എത്ര ചോദ്യം? അത് നമുക്ക് 1.45 ചോദിക്കണം. ഒരു 1.65 ലാസ്റ്റ് കൊടുക്കും. 1.65 ലാസ്റ്റ് കൊടുക്കും തന്നെ. നല്ല പക്ക വണ്ടിയല്ല? ഓക്കെ, അതേപോലെ തന്നെ വേറൊരു വൈറ്റ് കളറുള്ള വണ്ടി ഉണ്ട്, ഇയോണ്. 13 ഇയോണ്. ഓപ്ഷൻ എറ പ്ലസ് ആണ്. ഇത് മാഗ്ന പ്ലസ്, അത് എറ പ്ലസ് അല്ല? ഓക്കെ, ഈ എറ പ്ലസ് മാഗ്ന പ്ലസ് എങ്ങനെയാ വ്യത്യാസം വരുന്നത്? AC പവർ സ്റ്റിയറിംഗ് രണ്ടിലും AC പവർ സ്റ്റിയറിംഗ് വരും, പവർ വിൻഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ കമ്പനി സെറ്റ് വരും. അതേപോലെ വീൽ സൈസ് 13. ഈ എറ പ്ലസിലാ? അല്ല, മാഗ്ന പ്ലസ്. മാഗ്ന പ്ലസ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ഈ എറ പ്ലസ് എന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡ് വരും അല്ലേ? ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? അത് 1.5 ഓടിയിട്ടുണ്ട്. ഓട്ടം കുറച്ച് വൈഡ് ആയിരിക്കും. അത് ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു ഡോക്ടർ യൂസ് ചെയ്ത വണ്ടി തന്നെ. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം? അത് നമുക്കൊരു 1.45 കൊടുക്കാം. 1.45 കൊടുക്കാം. അത് ഓട്ടം കുറച്ച് കൂടുതലായതുകൊണ്ട് ആ റേറ്റ് കൊടുക്കാം. നമുക്കൊരു 1.30 വരെയൊക്കെ ലോണും കിട്ടും. ഓക്കെ, 1.30 ലോൺ കിട്ടും. ഒരു 10 രൂപ എടുക്കാൻ നമുക്കൊരു വാഗണർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് മോഡൽ എത്രയാണ്? 2013 ഓപ്ഷൻ പിന്നെ VXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ. ഓക്കെ, വണ്ടി എന്തുപാട്? റീപ്ലേസ് തട്ടുമുട്ട് കാര്യമൊന്നുമില്ല. എത്ര ഓടിക്കണേ? ഇത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ആണ്. വണ്ടി റീപ്ലേസ് ഇല്ല, നല്ല വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഈ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രേ കളറാണുള്ളത്. അതുപോലെ തന്നെ വണ്ടി നല്ല ഒരു ഫോൾട്ടും ഇല്ലാത്ത വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? അത് നമ്മള് 2.25 കൊടുക്കും. 2.25 കൊടുക്കും. 2013 വണ്ടി. ഓക്കെ, അതിലെന്തെങ്കിലും കുറയാനുണ്ടോ? അതില് ചെറിയ മാറ്റം കൊടുക്കൂല്ലേ? ഓക്കെ, 2013 മോഡലാണ്. 2.75 ചോദിക്കുന്നത്. വില കുറച്ച് തരും കേട്ടോ. VXi ആണ്, LXi അല്ല. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ വരുന്നതാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയാൽ കേട്ടോ. കാർ നോക്കാം. ഇത് മോഡൽ എത്രയാണ്? 2012 മോഡലാണ്. ഇത് മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ടല്ലോ കാണുമ്പോൾ. നല്ല ക്വാളിറ്റിയാണ്. റീപ്ലേസ് ഒന്നുമില്ല, തട്ടുമുട്ട് പരിക്ക് ഒന്നുമില്ല, പക്കാണല്ലേ? മിയാമിയ വണ്ടി. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. വണ്ടി ഒരു 2012 അല്ല, മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുള്ളത്. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ബോഡി ഷേപ്പാണ്. അതെ, ഷേപ്പ് ഒക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. കട്ടയുള്ള 4 ടയർ ഉണ്ട്. സ്റ്റെപ്പിനൊക്കെ പുതിയതാ. 5 ടയർ കടുംപുത്തൻ ടയറാണ് കേട്ടോ. പിന്നെ വണ്ടി എത്ര ഓട്ടം ഉണ്ട്? ഇത് 150 ഓടിക്കും. ഓട്ടം കുറച്ച് വൈഡ് ആണല്ലോ. സർവീസ് അത്യാവശ്യം ഉള്ള വണ്ടിയാണ്. പിന്നെ നല്ല വണ്ടിയല്ലേ? എത്ര ഓണർഷിപ്പ്? സെക്കൻഡിൽ നിൽക്കുന്നുണ്ട് വണ്ടി. എത്ര ചോദ്യം? ഇത് 3.4 ചോദ്യം. നമുക്കൊരു 3.15 ലാസ്റ്റ് കൊടുക്കും. 3.15 കൊടുക്കാം അല്ലേ? വണ്ടി നോക്കി കാലിട്ടാ. വണ്ടി നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓടിച്ച് ആദ്യം നോക്ക്. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആദ്യം നോക്കി കളി. പിന്നെ ബോഡി പരമായിട്ടൊന്നും നോക്കാനില്ല കേട്ടോ. പുതിയ വണ്ടിന്റെ ലുക്കാണുള്ളത് സത്യം പറഞ്ഞാൽ. 3.15 ലാസ്റ്റ് കൊടുക്കാം. അതിൽ നിന്ന് കുറയോ? അതിൽ ചെറിയ മാറ്റം ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെയും വില കുറച്ച് തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി, എടുത്തോളി. റിഡ്സ് കാർ നമുക്ക് നോക്കാം. ഒരു ബ്രൗൺ കളറിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ ബ്രൗൺ. ഇത് മോഡൽ എത്ര? 10-11
2010 മോഡൽ 11 റേസൺ ആയിട്ടുള്ള വണ്ടി ഡീസലാണ്, VDI ആണ്. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 96,000 കിലോമീറ്റർ ഓടിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫേസ് ലിഫ്റ്റ്, അതായത് 2010 ശേഷമാണ് ഈ മോഡൽ. അതെ, ഷേപ്പ് 12ന്റെ ശേഷമുള്ള ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഉള്ളുഭാഗത്ത്. അതുപോലെ തന്നെ 4 കട്ടുള്ള ടയർ ഉണ്ട്. വണ്ടി റീപ്ലേസ് തട്ടുമുട്ട് ഇല്ല, മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആയിട്ട് ഈ ബോണറ്റ് ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ. ബോണറ്റ് റീപ്ലേസ് ഇല്ല കേട്ടോ, മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളത്. എത്ര ഇത് ചോദിക്കുന്നത്? ഇത് 2.4 ചോദിക്കുന്നത്. നമുക്ക് 2.15 കൊടുക്കാം. 2.15 കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഓട്ടോ ഒക്കെ ജെന്യൂൻ ആണോ? നല്ല വർക്കിംഗ് ആണ് എഞ്ചിനും കാര്യമൊക്കെ. ഓക്കെ. 2010 മോഡൽ 11 റേസ് കൊല്ലം 25 2 മാസം വരെ പേപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ. 25 2 മാസം വരെ അല്ല, 25 2 മാസം, 26 2 മാസം. അതെ, 26 2 മാസം വരെ പേപ്പർ ഉണ്ട് കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി. അപ്പൊ ഇവിടെ വന്ന് ഇന്ന് സംസാരിക്കണമെങ്കിൽ വില കുറച്ച് തരും. 2.25 ചോദിച്ചാൽ. ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് മോഡൽ കൂടിയ വണ്ടി അല്ലേ? ഇത് 2018 ഓപ്ഷൻ VDI ഡീസൽ വണ്ടി, സിംഗിൾ ഓണർ, 80,000 ഓടിയിട്ടുള്ള ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള കമ്പനി. നല്ല വണ്ടിയാണ്. ഓക്കെ. ഡീസൽ ആണ് അത്യാവശ്യം ഒരു മാർക്കറ്റിൽ. അതായത് ഈ 2018 ഇറങ്ങിയ സ്വിഫ്റ്റ് കാർ ഡീസൽ വണ്ടി കുറച്ച് മാർക്കറ്റ് കുറച്ച് ടൈറ്റുള്ള വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 6.4 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂല? എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. നിങ്ങൾ നോക്കട്ടെ, നിങ്ങൾ വന്നേ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവര് വില പിന്നെയും കുറച്ച് തരും കേട്ടോ. 6.4 ചോദിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോ ആകെ 80 ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി കേട്ടോ. ഇത് കമ്പനി ഹിസ്റ്ററി ഉള്ളത്. ഒരു റീപ്ലേസ് ഇല്ല. പക്ക വണ്ടി അല്ലേ? മാക്സിമം 10-50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? ലോൺ കൊടുക്കാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. ടൊയോറ്റന്റെ ഒരു ഇറ്റിയോസ് നമുക്ക് പരിചയപ്പെടാം. നല്ല അടിപൊളി ഫാൻസി നമ്പറാണ് വരുന്നത്. 3003 ആണ്. ഇത് മോഡൽ എത്ര വരുന്നത്? 2012 മോഡലാണ്. VXT വണ്ടിയാണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ ഡിക്കി സ്പേസ് അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ കമ്മിയുള്ള നല്ല വണ്ടിയാണ് കേട്ടോ. ഏതൊരാൾക്കും കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപൊളി വണ്ടിയാണ് ഇറ്റിയോസ്. ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഇത് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിയതാണ് അല്ലേ? എത്ര മോഡൽ പറഞ്ഞാൽ 2012. ഓക്കെ. ഇതിപ്പോ പ്ലാറ്റിനം മോഡലിലൊക്കെയാണ് ആക്കിയിട്ടുള്ളത് അല്ലേ? ഓക്കെ. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 1.25 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. പക്ക കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. എത്രയാണ് ഓണർഷിപ്പ്? സെക്കൻഡ് ആണ്. ഇതില് വേറെ എന്തെങ്കിലും റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഒക്കെ ഒറിജിനൽ ആണ്. ഓക്കെ. പിന്നെ ഉള്ളുഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ്, ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ടായില്ലല്ലോ? അല്ല, കമ്പനി സെറ്റ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ഈ ഫുൾ ഓപ്ഷനിലൊക്കെ ഇതൊക്കെ വരുന്നതാണ് കേട്ടോ. എത്ര ചോദിക്കുന്നത്? ഇത് 4 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 4.10 ചോദിക്കുന്നുണ്ട്. 4 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം അല്ലെ? അതായത് ഡീസൽ വണ്ടിയാണ്, ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് കേട്ടോ. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2012 മോഡൽ അല്ല? ഓക്കെ. അപ്പൊ വില കുറച്ച് വരും. 4.10 ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഊണ്ടായിന്റെ i10 ഓട്ടോമാറ്റിക്, i10 ഗ്രാൻഡ് അല്ല സാധാരണ i10 ആണ്. ഓക്കെ. i10 ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇത് എത്ര മോഡലാണ്? ഇത് 2013 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് ആണ് അല്ലേ? ഓക്കെ. വണ്ടി എന്തുപാട്? വണ്ടി നല്ല വണ്ടിയാണ്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ തന്നെ. വേറെ എന്തും തട്ടുമുട്ടൊന്നുമില്ല. ഓക്കെ. ഉള്ളുഭാഗത്ത് ഇന്ത്യൻ ഭാഗത്ത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്ത് കാര്യമൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ 4 ടയർ ഉണ്ട്. ഇത് ഏതാ ഓപ്ഷന്? ഇത് സ്പോർട്സ് ആ, നിങ്ങൾ പറഞ്ഞല്ലേ? ഓക്കെ. എത്ര ഓടിയത്? 40,000. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. എത്ര ചോദ്യം? നല്ല വർക്കിംഗ് വണ്ടി. ഇത് നമുക്ക് 3.15 ഒക്കെ എടുക്കണം. 3 രൂപയ്ക്ക് ലാസ്റ്റ് 3 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുത്തല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ ഇതിന് ലോൺ എത്ര കിട്ടും? ഇതിന്മേ നമുക്ക് 2.5 ഒരു 10-50 രൂപ ഇറക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ബാണാൻ വിളിച്ചോ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ലൊക്കേഷൻ വേണമെങ്കിൽ മൂപ്പര് അയച്ചു തരും. ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് പ്ലേസ് വരുന്ന കക്കാടുപുറമാണ്. കുളപ്പുറം ടു കുന്നുംപുറം റോഡിന്റെ ഇടയിലാണ് വരുന്നത്. ഏകദേശം അതായത് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേന് കുളപ്പുറത്തുനിന്ന് ഒരു എയർപോർട്ട് റോഡിൽ 2 കിലോമീറ്റർ ഉണ്ടാവും ഇവിടത്തേക്ക്. അപ്പോൾ ഇത് ഇവരെ പേര് വെച്ചാൽ TF യൂസർ കാർസ് ആണ് നെയിം വരുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ